إن الله وملائكته يصلون على النبي. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين وبعد. തഫ്സീറുൽ ജലാലൈനി സൂറത്ത് യാസീനിൻ്റെ 4ാമത്തെ ക്ലാസ്സിലാണ് നമ്മളുള്ളത്. കഴിഞ്ഞ തവണ സൂറെന്ന കാഹളത്തിലുള്ള 1ാമത്തെ ഊത്തിനെ കുറിച്ച് പറഞ്ഞാണ് നമ്മൾ നിർത്തിയത്. ഇനി ശേഷം പറയുന്നു, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫലാ യസ്തതിഊന തൗസിയതൻ വലാ ഇലാ അഹ്ലിഹിം യർജിഊൻ. അങ്ങനെ അന്ത്യനാളിൻ്റെ 1ാമത്തെ കാഹളമൂത്ത് ഉണ്ടാകുന്നത് ജനങ്ങൾ സാധാരണ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുക, കച്ചവടങ്ങളിലും മറ്റുമൊക്കെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ, തിന്നും കുടിച്ചും സംസാരിച്ചും സൊറ പറഞ്ഞും ഒക്കെ നിൽക്കുന്ന തീർത്തും അപ്രതീക്ഷിതമായ ഒരു സാഹചര്യത്തിലാണ് 1ാം കാഹളത്തിലുള്ള മുഴക്കം ഉണ്ടാകുന്നത്. അങ്ങനെ ഇരിക്കെ അപ്പോൾ പിന്നെ അവർക്ക് എന്തിനു സാധിക്കൂല? ഫലാ യസ്തതിഊന. അപ്പോൾ ഈ മനുഷ്യർക്ക് സാധിക്കൂല തൗസിയത്തൻ, ഒരു വസിയത്തും ചെയ്യാൻ. സാധാരണഗതിയിൽ മരിക്കാനാകുന്ന ആൾ എന്തെങ്കിലുമൊക്കെ വസിയത്ത് തന്റെ കുടുംബക്കാരോട് ചെയ്യും, അയാൾക്ക് അതിനുള്ള സമയം കിട്ടും. പക്ഷേ രോഗശീലോ മറ്റായിട്ട് കിടക്കുമ്പോൾ, പക്ഷേ ഇവിടെ വസിയത്തിനുള്ള ഒരു അവസരവും കിട്ടുകയില്ല. യൂസു, അവർക്ക് വസിയത്ത് ചെയ്യാൻ അവസരം ലഭിക്കൂല. വലാ ഇലാ അഹ്ലിഹിം യർജിഊൻ, അവർ അവരുടെ കുടുംബങ്ങളിലേക്ക് മടങ്ങിപ്പോവുകയും ഇല്ല. കുടുംബങ്ങളിലേക്ക് മടങ്ങിപ്പോവില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് ആ അങ്ങാടിയിലാണ് അവരുള്ളതെങ്കിൽ അങ്ങാടിയിൽ നിന്ന് അവർക്ക് ഒരിക്കലും അവരുടെ വീട്ടിലേക്ക് മടങ്ങിപ്പോകാൻ സാധ്യമാവില്ല. അപ്പൊ അങ്ങനെയുള്ളൊരവസ്ഥയിലായിരിക്കും അന്ത്യനാൾ സംഭവിക്കുക എന്നർത്ഥം. അഥവാ മിൻ അസ്വാഖിഹിം, അങ്ങാടികളിൽ നിന്ന്, വഅശ്ഗാലിഹിം, അവരുടെ ഏർപ്പാടുകളിൽ നിന്നും, ബൽ യമൂതുന ഫിഹ, പിന്നെന്താ സംഭവിക്കുന്നത്? എന്ത് പണിയായിരുന്നോ അവരെടുത്തുകൊണ്ടിരുന്നത്, ആ പണി എടുത്തുകൊണ്ടിരിക്കെ അവർ മരണപ്പെടും. ഏത് കാര്യത്തിലായിരുന്നോ അവർ ഏർപ്പെട്ടുകൊണ്ടിരുന്നത്, ആ ഏർപ്പാട് പൂർത്തിയാക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ആ ഏർപ്പാടിലായിരിക്കെ അവർ മരണപ്പെടുമെന്നാണ് ഈ പറഞ്ഞതിൻ്റെ സാരം. അടുത്ത ആയത്ത് പറയുന്നു, വനുഫിഖ ഫിസ്സൂരി, വീണ്ടും സൂറെന്ന കാഹളത്തിൽ 2ാമതൊരു ഊത്ത് കൂടി ഊതപ്പെടുന്നു. ഐഹുവ ഖർനു നഫ്ഖത്തി സാനിയ ലിൽ ബഅസ്. 2ാമത്തെ ഊത്ത് മനുഷ്യരെ പുനരുത്ഥാനം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മരിച്ചു കിടക്കുന്ന ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ അവസാനത്തെ അന്ത്യനാൾ സംഭവിക്കുന്നത് വരെ മരിച്ചുപോയ, അന്ത്യനാളോടുകൂടി എല്ലാ മനുഷ്യരും മരിച്ചു കഴിഞ്ഞു, ആ മനുഷ്യരുടെ മരണാനന്തരമുള്ള ഉയിർത്തെഴുന്നേൽപ്പ്, അവർക്ക് 2ാമതും അല്ലാഹു തആല ഹയാത്ത് നൽകിയിട്ട് വിചാരണയ്ക്ക് വേണ്ടി മഹ്ശറയിലേക്ക് കൊണ്ടുവരുന്ന ആ സന്ദർഭത്തെക്കുറിച്ചുള്ള, അപ്പോൾ 2ാമത്തെ ഊത്തിനെയാണ് ഇവിടെ പറയുന്നത് വനുഫിഖ ഫിസ്സൂരി, സൂറെന്ന കാഹളത്തിൽ വീണ്ടും ഊതപ്പെടും എന്ന് പറഞ്ഞു. ഈ 2 ഊത്തുകൾക്കിടയിൽ എത്ര കാലമുണ്ട്? ഒരു ഊത്ത് കഴിഞ്ഞ് ഉടനെ തന്നെ അടുത്ത ഊത്തുണ്ടോ? ബൈനൻ നഫ്ഖത്തൈനി, തഫ്സീറിൽ പറയുന്നു ബൈനൻ നഫ്ഖത്തൈനി, ഈ 2 ഊത്തുകൾക്കിടയിൽ, 1ാമത്തെ ഊത്തിനും 2ാമത്തെ ഊത്തിനും ഇടയിൽ 40 സനത്തൻ, 40 വർഷ ദൈർഘ്യമുണ്ട്. 1ാമത്തെ ഊത്തിൽ അന്ത്യനാൾ സംഭവിക്കുന്ന 1ാമത്തെ ഊത്തിൽ സർവ്വചരാചരങ്ങളും നാശമടയുന്ന 1ാമത്തെ ഊത്തിൽ, 1ാമത്തെ ഊത്ത് കഴിഞ്ഞ് എല്ലാറ്റിനെയും പുനരുത്ഥാനം ചെയ്യുന്ന 2ാമത്തെ ഊത്തിന്റെ ഇടയിൽ 40 വർഷത്തെ ദൈർഘ്യമുണ്ട് എന്നാണ് തഫ്സീർ പറയുന്നത്. അങ്ങനെ ഈ 2ാമത്തെ ഊത്ത് ഊതപ്പെട്ടാൽ ഫഇദാഹും, അപ്പോൾ അവർ എന്ന് പറഞ്ഞാൽ അൽ മഖ്ബൂറൂന, ഖബറടക്കപ്പെട്ട ആളുകൾ, മരിച്ചു മണ്ണോട് ചേർന്ന ആളുകൾ, മിനൽ അജ്ദാസി, അവരുടെ ശ്മശാനങ്ങളിൽ നിന്ന്, അവരുടെ ഖബറിടങ്ങളിൽ നിന്ന്, അവരുടെ പള്ളിക്കാടുകളിൽ നിന്ന്, ഇലാ റബ്ബിഹിം, അവരുടെ രക്ഷിതാവിങ്കിലേക്ക്, യൻസിലൂൻ, അവർ വേഗത്തിൽ സഞ്ചരിക്കുന്നു, അവർ വേഗത്തിൽ അവരുടെ രക്ഷിതാവിങ്കിലേക്ക് സഞ്ചരിക്കുന്നു. ഐ യഖ്റുജൂന ബിസ്സുർഅത്തിൻ, വളരെ വേഗത്തിൽ അള്ളാഹുവിങ്കിലേക്ക്, അള്ളാഹുവിൻ്റെ മുന്നിലേക്ക്, വിചാരണയ്ക്ക് വേണ്ടി മഹ്ശറിലേക്ക് ആളുകളൊക്കെ തിരക്ക് പിടിച്ച് ധൃതി പിടിച്ച് ഓടുകയായിരിക്കും 2ാമത്തെ ഊത്ത് സംഭവിക്കുമ്പോൾ ചെയ്യുക എന്ന് പരിശുദ്ധ ഖുർആൻ. പിന്നീട് ഖാലു, ഈ 2ാമത്തെ ഊത്ത് സംഭവിക്കുന്ന സമയത്ത് അവർ ചോദിക്കുന്നുണ്ട്. ഖാലു, അവർ ചോദിക്കുന്നു. ആര്? ഈ മനുഷ്യർ മുഴുവനും ചോദിക്കും, യാ വൈലന, എന്തൊരു നാശമാണിത് നമ്മുടെ. മം ബഅസന, ആരാണ് നമ്മെ ഉണർത്തിയത്? മിൻ മർഖദിന, നമ്മുടെ കിടപ്പറയിൽ നിന്ന്, നാം കിടന്നുറങ്ങുകയായിരുന്നല്ലോ, നമ്മുടെ നിദ്രയിൽ നിന്ന്, നമ്മുടെ ഉറക്കത്തിൽ നിന്ന് നമ്മ ആരാണ് ഉണർത്തിയത്? മിൻ മർഖദിന ഹാദ, അഥവാ നമ്മുടെ ഈ ഉറക്കത്തിൽ നിന്ന്, മരിച്ചു കിടക്കുകയല്ലേ, മരിച്ചു കിടക്കുന്ന ഖബറിടങ്ങളിൽ നിന്ന് നമ്മ ആരാണ് ഉണർത്തിയത്? ഒരു മിനിറ്റ്. ഖാലു, അവർ പറയും, യാ വൈലന, ഞങ്ങളുടെ നാശമേ. മം ബഅസന, ആരാണ് നമ്മെ ഉണർത്തിയത്? മിൻ മർഖദിന, നമ്മുടെ ഈ ഉറക്ക സ്ഥലത്ത് നിന്ന്,
ഖാലു എന്ന് പറഞ്ഞാൽ അതിൽ കുഫാറു കാഫിരീങ്ങൾ പറയും, മിൻഹും അവരുടെ കൂട്ടത്തിൽ നിന്ന്, അഥവാ മരിച്ചു കിടക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ നിന്നുള്ള ഉയർത്തെഴുന്നേറ്റവരുള്ള കാഫിരീങ്ങൾ പറയും. എന്താ പറയുന്നത്? യാ വൈലന, ഞങ്ങളുടെ നാശമേ എന്ന് പറയുന്നു. മം ബഅസന മിൻ മർഖദിന, നമ്മുടെ ഈ ഉറക്കസ്ഥാനത്ത് നിന്ന് നമ്മെ ഉണർത്തിയത് ആരാണ്? കാരണം ലി അന്നഹും കാനു ബൈന നഫ്ഖതൈനി നാഇമീന. അപ്പോൾ ഈ ആദ്യത്തെ ഊത്തിൽ എല്ലാവരും നശിച്ചു എന്ന് പറഞ്ഞല്ലോ, ആ നാശവും രണ്ടാമത്തെ ഊത്തിൻ്റെയും ഇടയിലുള്ള സമയത്ത് ഇവരെല്ലാവരും കാഫിര്യങ്ങൾക്ക് അദാബ് അന്നേരം അനുഭവിക്കുന്നില്ല. അവർ ചെയ്ത കുഫറിന്റെ അദാബ് ഈ 40 വർഷത്തിൽ അവർ അനുഭവിക്കുന്നില്ല. നാഇമീന ലം യുഅദബു എന്നാണ്, അവർക്ക് അദാബ് സംഭവിക്കാതെ അവർ ഈ 40 വർഷം ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഒരു സൗഖ്യം, ഒരു സുഖം പോലെ അവർക്ക് തോന്നുകയാണ്. അതുകൊണ്ടാണ് അവർ ചോദിക്കുന്നത്, ആരാണ് ഈ ഉറക്കത്തിൽ നിന്ന് നമ്മെ ഉണർത്തിയത്? അതിനുള്ള മറുപടി പറയുകയാണ്, ഹാദ, ഇത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നിങ്ങളെ പുനരുത്ഥാനം ചെയ്തത് മാ വഅദ റഹ്മാനു, അല്ലാഹു തആല മുന്നറിയിപ്പ് നൽകിയ ഒരു കാര്യമാണ്. ഹാദ, ഈ പുനരുത്ഥാനം, നിങ്ങളെ മരിച്ചതിൽ നിന്ന് വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കുക എന്ന ഇക്കാര്യം അള്ളാഹു വാഗ്ദാനം ചെയ്ത കാര്യമാകുന്നു. വസദഖൽ മുർസലൂൻ, മുർസലീങ്ങൾ സത്യമാണെന്ന് പറഞ്ഞ കാര്യവും ആകുന്നു. അപ്പം മുർസലീങ്ങൾ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയതാണ്, ഇങ്ങനെ ഒന്ന് സംഭവിക്കും, അന്ത്യനാൾ വരാനുണ്ട്, നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും, നിങ്ങളെ വിചാരണക്ക് കൊണ്ടുപോകും എന്ന കാര്യം വ്യക്തമായി മുർസലുകൾ പറഞ്ഞതും അള്ളാഹു വാക്ക് നൽകിയതുമായ കാര്യമാണ്. ഇതിൽ നിങ്ങൾ അത്ഭുതപ്പെടേണ്ടതില്ല. അഖറു, അവർ സമ്മതിക്കും. ഹീന ലാ യൻഫഉഹുൽ ഇഖ്റാർ, അപ്പോൾ അവർ ശരി തന്നെയെന്ന് അവർ സമ്മതിക്കും. പക്ഷേ അങ്ങനെ അവർ സമ്മതിച്ചതുകൊണ്ട് വല്ല ഉപകാരവുമുണ്ടോ? ലാ യൻഫഉഹുൽ ഇഖ്റാറു, ആ സമയത്ത് രണ്ടാമത്തെ ഊത്തുകൂതി എല്ലാവരും എഴുന്നേറ്റപ്പോൾ ശരി തന്നെ, പടച്ചോൻ പറഞ്ഞതായിരുന്നല്ലോ എന്ന സമ്മതം കൊണ്ട് ഒരു ഉപകാരവുമില്ല. വഖീല പറയപ്പെട്ടു, യുഖാലു ലഹും ദാലിക, അവരോട് അങ്ങനെ പറയപ്പെടുമെന്ന്, അഥവാ നിങ്ങൾ ഇനി വിശ്വസിച്ചിട്ടൊന്നും കാര്യമില്ല, ഇനി നിങ്ങൾ സമ്മതിച്ചിട്ടൊന്നും കാര്യമില്ല, ഈ വിശ്വസിക്കേണ്ടതിൻ്റെയും സമ്മതിക്കേണ്ടതിൻ്റെയും ഒക്കെ സമയം കഴിഞ്ഞുപോയി എന്ന് അവരോട് പറയപ്പെടുന്നതാണ്. ഇനി പറയുകയാണ്, ഇൻ കാനത്ത് ഇല്ലാ സ്വൈഹത്തും വാഹിദത്തൻ, അതൊരൊറ്റ ഊത്താണ്, ഒരൊറ്റ അലർച്ചയാണ്. ഫഇദാഹും ജമീഉൽ ലദൈനാ മുഹ്ദറൂൻ, അപ്പോൾ അവരെല്ലാവരും നമ്മുടെ അരികിൽ ഹാജരാക്കപ്പെടുന്നു. അല്ലാഹു തആല പറയുകയാണ്, ഇൻ കാനത്ത് ഇല്ലാ സ്വൈഹത്തും വാഹിദത്തൻ, അതൊരൊറ്റ അലർച്ച, ഒരു ഭീകര ശബ്ദം. ആ ശബ്ദം ഉണ്ടാകുന്നതോടുകൂടി ഫഇദാഹും, അപ്പോൾ അവരെല്ലാവരും ജമീഉൻ മുഴുവനും ലദൈന നമ്മുടെ അരികിൽ, അള്ളാഹുവിന്റെ അരികിൽ മുഹ്ദറൂൻ ഹാജരാക്കപ്പെടുന്നു, അവരെ കൊണ്ടുവരപ്പെടുന്നു. എല്ലാവരും അള്ളാഹുവിന്റെ മുമ്പിൽ രണ്ടാമത്തെ ഊത്തോടുകൂടി, ആ ഭയാനകമായ ശബ്ദത്തോടുകൂടി അവരെല്ലാവരും അള്ളാഹുവിന്റെ മുമ്പിലേക്ക്, അവർ നമ്മളടക്കം എല്ലാവരും അള്ളാഹുവിന്റെ മുമ്പിൽ വിചാരണയ്ക്ക് വിധേയരാക്കപ്പെടുകയാണ്. എന്നിട്ട് പറയുകയാണ്, അള്ളാഹു തആല പറയുന്നു, ഫല്യൗമ, അപ്പോൾ ഈ ദിവസം, ഈ വിചാരണയ്ക്ക് വിധേയരാക്കപ്പെടുന്ന ദിവസം, ലാ തുഗ്ലം നഫ്സുൻ ഷൈഅ, ഒരു നഫ്സിനോടും ഒരു അനീതിയും പ്രവർത്തിക്കപ്പെടുകയില്ല. ആരും അനീതി പ്രവർത്തിക്കപ്പെടുമെന്ന് ബേജാറാകേണ്ടതില്ല. അന്നത്തെ ദിവസം നീതിയും ന്യായവുമല്ലാത്ത ഒന്നും നടപ്പിലാക്കപ്പെടുകയില്ല. ഭൂമിയിൽ ചിലപ്പോൾ നീതി നടപ്പിലാക്കപ്പെടാൻ കഴിയാതെ പോയതുണ്ടാകാം, പക്ഷേ അള്ളാഹുവിൻ്റെ വിചാരണ കോടതിയിൽ നീതി സമ്പൂർണ്ണമായി നടപ്പിലാക്കപ്പെടും. മനുഷ്യർക്കിടയിൽ മാത്രമല്ല, മൃഗങ്ങൾക്കിടയിൽ പോലും നീതി നടപ്പിലാക്കപ്പെടുമെന്നാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, കൊമ്പുള്ള ആട് കൊമ്പില്ലാത്ത ആടിനെ ദുനിയാവിൽ വെച്ച് കുത്തിപ്പരിക്കേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആഖിറത്തിൽ, ഈ ദുനിയാവിൽ കൊമ്പില്ലാതിരുന്ന ആടിന് ആഖിറത്തിൽ അല്ലാഹു തആല കൊമ്പ് കൊടുക്കുകയും തിരികെ കുത്തിക്കുകയും ചെയ്ത ശേഷം മാത്രമേ കൂനി തുറാബ എന്ന് മൃഗങ്ങളോട് പറയപ്പെടൂ എന്ന് ഹദീസിന്റെ കിതാബിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ സമ്പൂർണമായ നീതി, ഒരാളോട് എന്തെല്ലാം തരം അന്യായങ്ങൾ ഭൂമുഖത്ത് വെച്ച് ചെയ്യപ്പെട്ടിട്ടുണ്ടോ ആ അന്യായങ്ങളെ മുഴുവനും അല്ലാഹു തആല വിചാരണയ്ക്ക് വിധേയനാക്കുകയും അതിന് സമ്പൂർണമായ നീതി ആ വ്യക്തിക്ക് നൽകപ്പെടുകയും ചെയ്യും. ഒരാളോടും അനീതി പ്രവർത്തിക്കപ്പെടുകയില്ല. അഥവാ ചെയ്ത കർമ്മത്തിന് പ്രതിഫലം ലഭിക്കാതെ പോവുകയോ ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ ലഭിക്കുകയോ ഇല്ല എന്നർത്ഥം. വലാ തുജ്സൗന, അവർക്ക് ജസാ ആയി നൽകപ്പെടുകയില്ല. ഇല്ലാ ജസാ മാ കുന്തും തഅമലൂൻ എന്ന് പറഞ്ഞാൽ ഇല്ലാ ജസാ മാ കുന്തും തഅമലൂൻ, അവർ ചെയ്തുകൊണ്ടിരുന്ന ഒന്നിന്റെ പ്രതിഫലമല്ലാത്തതൊന്നും നൽകപ്പെടില്ല. അവർ ചെയ്തതെന്തോ അതിന്റെ പ്രതിഫലം കിട്ടും. നന്മയാണെങ്കിൽ നന്മയുടെ പ്രതിഫലം കിട്ടും. വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ, ഒരണുമണിത്തൂക്കം നന്മ ചെയ്തവന് അതിന്റെ പ്രതിഫലം കിട്ടും. വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ, തിന്മ ചെയ്തവന് ആ തിന്മയുടെ പ്രതിക്രിയയും അവിടെ വെച്ച് ലഭിക്കുന്നതാണ്. ആർക്കും ഒരു തരത്തിലും അനീതി നിർവഹിക്കപ്പെടുകയില്ല എന്നർത്ഥം. ഇനി സ്വർഗവാസികളുടെ അവസ്ഥ പറയുകയാണ്. അങ്ങനെ വിചാരണയ്ക്ക് വിധേയരാക്കപ്പെടുകയും സ്വർഗവാസികളെ സ്വർഗവാസികളായി വേർതിരിക്കപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ സ്വർഗാവസ്ഥ എന്തായിരിക്കും? ഇന്ന അസ്ഹാബൽ ജന്നത്തിൽ യൗമ ഫീ ശുഗ്ലിൻ ഫാകിഹൂൻ, ഇന്ന അസ്ഹാബൽ ജന്ന, തീർച്ചയായും സ്വർഗവാസികൾ, അല്യവും അന്നത്തെ ദിവസം, ഫീ ശുഗ്ലിൻ, അവർ
ചില ഏർപ്പാടുകളിലായിരിക്കും. എന്താണ് അവരുടെ ഏർപ്പാട്? അമ്മാ ഫീഹി അഹ്ലുന്നാരി, നരകാവകാശികൾ ഉള്ള അവസ്ഥയിലായിരിക്കില്ല സ്വർഗാവകാശികൾ. അതെന്താണ്? മിമ്മായ തലദ്ദൂന ബിഹി, അവരെന്ത് ചെയ്യും? ആനന്ദങ്ങളിലായിരിക്കും, അവർ ആസ്വാദനങ്ങളിലായിരിക്കും. ലാ ശുഗ്ല യതഅബൂന ഫീഹി ലിഅന്നൽ ജന്നത ലാ നസബ ഫീഹ, അഥവാ അവരെ ഒരു തരത്തിലുള്ള ശുഗ്ല് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ ബിസി ആവുക, തിരക്കിലാവുക എന്നൊക്കെ അർത്ഥമുണ്ട്. അല്ലെങ്കിൽ ക്ഷീണിക്കുക, ഒരു പണിയെടുത്തിട്ട് ക്ഷീണിക്കുക എന്നൊക്കെ അർത്ഥങ്ങളുണ്ട് ഈ ശുഗ്ൽ എന്നത് വാക്കിന്. അപ്പോൾ അവർ ഇന്ന അസ്ഹാബുൽ ജന്നത്തിലും ഫീ ശുഗ്ലിൻ എന്ന് പറഞ്ഞാൽ ഇവിടെ അവർക്ക് ക്ഷീണമില്ല, അവർ ചില പ്രവർത്തനങ്ങളിലാണ്, ആനന്ദം ഉണ്ടാകുന്ന, ആസ്വാദനം ഉണ്ടാകുന്ന പ്രവർത്തനങ്ങളിലാണ് അവർ. അവർക്കൊരിക്കലും ബേജാറ് വരുന്നില്ല, അവർക്കൊരിക്കലും സങ്കടം വരുന്നില്ല, അവർ ക്ഷീണിക്കുന്നുമില്ല. അതാണ് പറയുന്നത് ലി അന്നൽ ജന്നത്ത ലാ നസബ ഫീഹ, സ്വർഗത്തിൽ ക്ഷീണം ഉണ്ടാവില്ല. എത്രമേൽ കാര്യങ്ങൾ ആവർത്തിച്ച് ചെയ്താലും മടുപ്പ് നമുക്കുണ്ടാവും. ചിലപ്പോൾ ഒരേ ഭക്ഷണം കഴിച്ചാൽ മടുപ്പ് വരിക, സ്വർഗത്തിൽ അങ്ങനെയില്ല. ഒരേ പ്രവൃത്തി ചെയ്താൽ മടുപ്പ് വരിക, സ്വർഗത്തിൽ അങ്ങനെയില്ല. അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആനന്ദങ്ങൾ അവർക്കൊരിക്കലും മടുപ്പ് വരാത്ത ആനന്ദങ്ങളിലായിരിക്കും സ്വർഗാവകാശികൾ എന്ന്. ഫാക്കിഹൂൻ, അവർ ആനന്ദിക്കുകയാണ്. നാഇമൂന, സുഖമനുഭവിക്കുന്നവരാണ്. അപ്പൊ സ്വർഗത്തിൽ സ്വർഗാവകാശികൾ അവർക്ക് ആനന്ദം നൽകുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരിക്കും. നരകാവകാശികളോ അവർ അങ്ങേയറ്റത്തെ ഭയവിഹ്വലതയിലും ബേജാറിലുമായിരിക്കും. അവർ മാത്രമല്ല, ആരാണ് സ്വർഗാവകാശികൾ എന്ന് പറഞ്ഞാൽ? ഹും, അവരും, വഅസ്വാജുഹും, അവരുടെ ഇണകളും. അവർക്ക് അല്ലാഹു തആല സ്വർഗത്തിൽ ആരെയാണോ ഇണയായിട്ട് അല്ലാഹു കണക്കാക്കിയത്, ദുനിയാവിലുള്ള ഭാര്യയെ തന്നെയാണെങ്കിൽ അങ്ങനെ, അതല്ല ദുനിയാവിലുള്ള ഭാര്യ സ്വർഗാവകാശിയാകാതെയാണ് മരണപ്പെട്ടതെങ്കിൽ ആഖിറത്തിൽ അല്ലാഹു തആല പരലോകത്ത് സ്വർഗ്ഗലോകത്ത് അവർക്ക് സംവിധാനിച്ച ഭാര്യമാരുണ്ട്. ആ ഭാര്യ, അവരുടെ കൂടെ ഇണകളോടൊപ്പം അവർ ആനന്ദത്തിലായിരിക്കും. ഹും, അവർ, വഅസ്വാജുഹും, അവരുടെ ഇണകളും, ഫീ ളിലാലിൻ, തണലുകളിലായിരിക്കും. അവർക്ക് ലാ തുസീബുഹും ശംസു, സൂര്യതാപം അവർ കേൾക്കുകയില്ല, അവരതിൻ്റെ തണലുകളിലായിരിക്കും. നല്ല ശീതളച്ചായയിൽ, മനോഹരമായ അന്തരീക്ഷത്തിൽ, സുഖകരമായ കാലാവസ്ഥയിലായിരിക്കും അവർ. അലൽ അറായിക്കി, അവരിങ്ങനെ ചാരുകട്ടിലുകളിലായിരിക്കും. ഹോ സെരീറു ഫിൽ ഹജലത്തി അവിൽ ഫുർഷ് എന്ന് വെച്ചാൽ അവർക്ക് ഇങ്ങനെ ആടുന്ന, ഊഞ്ഞാല് പോലെ ആടുന്ന കട്ടിലുകൾ അവർക്കുണ്ടാകും. മുത്തക്കിഊൻ, അവർ അതിലിങ്ങനെ ചാരിയിരിക്കുകയായിരിക്കും. അപ്പം ഇങ്ങനെ ആടുന്ന ചാരുമഞ്ചങ്ങളിൽ പരസ്പരം മുഖാമുഖം ഇരുന്നു കൊണ്ട് സംസാരിക്കുകയും ആനന്ദിക്കുകയും സുഖമനുഭവിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലായിരിക്കും സ്വർഗാവകാശികൾ ഉണ്ടാവുക എന്ന് ഖുർആൻ പറയുന്നു. ഇതെന്തിനാണിത് പറയുന്നത് വെച്ചാൽ ഇനി നരകാവകാശികളുടെ അവസ്ഥ ശേഷം പറയുന്നുണ്ട്. ആദ്യം സ്വർഗാവകാശികളുടെ അവസ്ഥ പറഞ്ഞുകൊണ്ട് മുഅ്മിനീങ്ങൾക്കൊരു പ്രലോഭനം, ഒരാഗ്രഹം ജനിപ്പിക്കലാണ് അല്ലാഹു തആല ഇവിടെ നടത്തുന്നത്. വിചാരണയ്ക്ക് ശേഷം മുഅ്മിനീങ്ങൾക്ക് ഉണ്ടാകുന്ന സ്വർഗീയ അവസ്ഥകൾ, അതിൻ്റെ ആനന്ദങ്ങൾ, അതിൻ്റെ സൗഖ്യങ്ങളെക്കുറിച്ച് പറയുന്നു. എന്നിട്ട് ലഹും, അവർക്കുണ്ട്, ഈ സ്വർഗാവകാശികൾക്കുണ്ട്, ഫിഹ, സ്വർഗത്തിലുണ്ട്, ഫാക്കിഹത്തുൻ, പഴങ്ങളുണ്ട്, വലഹും, അവർക്കുണ്ട്, ഫിഹ വലഹും മാ യദ്ദഉൻ, അവർക്ക് അവർ ആഗ്രഹിക്കുന്നതെല്ലാം സ്വർഗത്തിൽ ലഭിക്കും. ലഹും, അവർക്കുണ്ട്, ഫിഹ, സ്വർഗത്തിൽ, ഫാക്കിഹത്തുൻ, പഴങ്ങൾ, അവർ ആഗ്രഹിക്കുന്ന ഫലവർഗ്ഗങ്ങൾ അവർക്ക് ലഭിക്കും, സുഖങ്ങൾ ലഭിക്കും. ഫാക്കിഹത്ത് എന്നുള്ളതിന് സുഖം എന്ന് അർത്ഥമുണ്ട്. അവർ ഇഷ്ടപ്പെടുന്ന, അവർ ആഗ്രഹിക്കുന്ന സുഖമുണ്ട്. വലഹും, അവർക്കുണ്ട്, ഫിഹ, സ്വർഗത്തിൽ, മാ യദ്ദഉൻ, അവർ ആഗ്രഹിക്കുന്ന, മാ യതമന്നൗന, അവർ ആഗ്രഹിക്കുന്നത് എന്താണോ അത് സ്വർഗത്തിൽ ലഭിക്കും. ഒരു ആഗ്രഹം സാധിക്കാതിരിക്കുന്ന അവസ്ഥ സ്വർഗത്തിൽ ഉണ്ടാവില്ല. അപ്പൊ സ്വാഭാവികമായിട്ടൊരു സംശയം വരും, എന്തെങ്കിലുമൊക്കെ ഹറാമായ കാര്യങ്ങൾ ആഗ്രഹിച്ചാലോ? ഹറാമായ കാര്യങ്ങൾ ആഗ്രഹിക്കാനുള്ള മാനസികാവസ്ഥ പോലും അവർക്ക് ഉണ്ടാവില്ല. ഹറാമിനെ കുറിച്ചുള്ള ചിന്ത പോലും സ്വർഗത്തിൽ സാധ്യമല്ല. ഒരു വൃത്തികെട്ട വർത്തമാനം പോലും പറയാൻ സാധ്യമല്ല. അതാണ് ശേഷം പറയുന്നത് സലാമുൻ, സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം. എന്താണ് സ്വർഗത്തിലുള്ള സംസാരവാചകം? സ്വർഗത്തിലുള്ള സംസാരം എന്താ? സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം, കാരുണ്യവാനായ റബ്ബിന്റെ പക്കൽ നിന്ന് അവർക്ക് വാചകമായിട്ട് സലാം വരുന്നതാണ്. അഥവാ അല്ലാഹു തആല യഖൂലു ലഹും, അവരോട് അല്ലാഹു പറയും, സലാമുൻ അലൈക്കും, സ്വർഗാവകാശികൾക്ക് അല്ലാഹു തആല സലാം ചൊല്ലുമെന്നാണ്. ആ സലാം ചൊല്ലുന്നതിൻ്റെ സമാധാനാവസ്ഥയിൽ ഒരു തിന്മയെക്കുറിച്ചും ചിന്തിക്കാൻ പോലും പറ്റാത്ത മലായികത്തിന്റെ ഇപ്പോഴുള്ള അവസ്ഥ എന്താണോ അത്, മലായികത്തിന് തിന്മ ചിന്തിക്കാൻ പോലും കഴിയില്ല. ആ ഒരവസ്ഥയായിരിക്കും സ്വർഗത്തിൽ മുഅ്മിനീങ്ങൾക്ക് ഉണ്ടാവുക. അപ്പൊ ഹറാമായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കൂലേ, ആലോചിക്കൂലേ, അത് സ്വർഗത്തിൽ നടക്കാതിരിക്കൂലേ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. കാരണം അവിടെ ഹറാമിനെ കുറിച്ചുള്ള ചിന്ത പോലും സ്വർഗാവകാശികളായ മുഅ്മിനീങ്ങൾക്ക് ഉണ്ടാവുകയില്ല. അവിടെ ഒരു ചീത്ത സംസാരം പോലും ഉണ്ടാവില്ല. കാരണം അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള സലാം, പരസ്പരം സലാം പറയുന്നതും അതുപോലെ തന്നെ നല്ല വാചകങ്ങളും അല്ലാതെ ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ സ്വർഗാവകാശികൾ അവരുടെ ആനന്ദങ്ങളിലായിക്കഴിഞ്ഞാൽ വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ, ഇനി കാഫിരീങ്ങളോടുള്ള അഭിസംബോധന എന്താ? മുഅ്മിനീങ്ങളോട് അല്ലാഹു തആല സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് മേൽ സമാധാനമുണ്ട് എന്ന് പറഞ്ഞിട്ട് കാഫിരീങ്ങളോട് എന്ത് പറയുന്നു? വയഖൂലു, അല്ലാഹു തആല പറയും ആരോട്? കാഫിരീങ്ങളോട്, ഇംതാസുൽ യൗം, ഇന്നത്തെ ദിവസം മാറി നിൽക്കൂ, അയ്യുഹൽ മുജ്രിമൂൻ, കുറ്റവാളികളെ
നിങ്ങൾ മാറി നിൽക്കും. മുഅ്മിനീങ്ങളുടെ ഇടയിൽ ഇടകലർന്ന് നിൽക്കല്ലേ. അവരും നിങ്ങളും വേറെയാണ്. അവരുടെ സ്ഥലങ്ങളിലേക്കല്ല നിങ്ങൾക്ക് പോകാനുള്ളത്. ഇൻഫരിദു അനിൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളിൽ നിന്നും ഒറ്റപ്പെട്ട് മാറി നിൽക്കൂ. ഇൻദഖ്തിലാതുഹിം ബിഹിം, അവർ മുഅ്മിനീങ്ങളുടെ ഇടയിലേക്ക് ഇങ്ങനെ ചേക്കേറുമ്പോൾ, മുഅ്മിനീങ്ങൾക്ക് സമാധാനം ഉണ്ടാകുമ്പോൾ ഈ സമാധാനമുള്ള ആൾക്കാരുടെ ഇടയിലേക്ക് പോകാൻ ഇവർ ആഗ്രഹിക്കും. അപ്പൊ അവരാഗ്രഹിക്കുമ്പോൾ അവരോട് പറയപ്പെടും, മാറി നിൽക്കുക, മുഅ്മിനീങ്ങളോട് ഇടകലരാൻ പാടില്ല. ഇംതാസുൽ, നിങ്ങൾ ഇന്നത്തെ ദിവസം, വംതാസുല്യോമ, ഇന്നത്തെ ദിവസം നിങ്ങൾ മാറി നിൽക്കുക, അയ്യുഹൽ മുജ്രിമൂൻ, കുറ്റവാളികളെ എന്ന് കാഫിരീങ്ങളോട് ദുനിയാവിൽ അള്ളാഹുവിൻ്റെ തൗഹീദിലും അള്ളാഹുവിൻ്റെ മുർസലീങ്ങളുടെ റിസാലത്തിലും അള്ളാഹുവിൻ്റെ ഗ്രന്ഥങ്ങളിലൊന്നും വിശ്വസിക്കാതെ അവിശ്വാസികളായി മരണപ്പെട്ടു പോയ ആളുകളോട് അള്ളാഹു താല പറയുന്നതായിരിക്കും. എന്നിട്ട് അള്ളാഹു താല ചോദിക്കുന്നതാണ് ഈ കാഫിരീങ്ങളോട്. കാഫിരീങ്ങൾ ആശ പ്രകടിപ്പിച്ച് നിൽക്കുകയാണ്. മുഅ്മിനീങ്ങളുടെ സമാധാനാവസ്ഥ കാണുമ്പോൾ അവർക്ക് വലിയ ഒരാശയുണ്ട്, ഞങ്ങൾക്ക് ഇതുപോലൊരു അവസ്ഥ കിട്ടിയിരുന്നെങ്കിലെന്ന്. അപ്പോൾ അള്ളാഹു താല അവരോട് ചോദിക്കുകയാണ്, അലം അഅ്ഹിദ് ഇലൈക്കും, നിങ്ങളോട് ഞാൻ കരാർ ചെയ്തില്ലായിരുന്നോ? യാ ബനി ആദം, ഓ മനുഷ്യരെ. എങ്ങനെ കരാർ ചെയ്തില്ലയോ? അലാ ലിസാനി റുസുലി, എൻ്റെ മുർസലീങ്ങളുടെ നാവിലൂടെ നിങ്ങളോട് നാം കരാർ ചെയ്തതല്ലേ, നിങ്ങളോട് ഞാൻ കൽപ്പിച്ചതല്ലായിരുന്നോ? എന്താ കൽപ്പിച്ചത്? അല്ലാ തഅബ്ദു ശൈത്വാൻ, പിശാചിന് ഇബാദത്ത് ചെയ്യരുത്, ആരാധന ചെയ്യരുത്. അയിലാ തുത്തിഉഹു, പിശാചിനെ നിങ്ങൾ വഴിപ്പെടരുത് എന്ന് നിങ്ങളോട് കൽപ്പിച്ചതല്ലായിരുന്നോ? ഇന്നഹു, തീർച്ചയായും പിശാച് ലക്കും അദുവ്വും മുബീൻ, നിങ്ങൾക്ക് വ്യക്തമായ ശത്രുവാണ് എന്ന കാര്യവും നാം പറഞ്ഞു തന്നിട്ടില്ലായിരുന്നോ? അഥവാ നാം പറഞ്ഞു തന്നിട്ടില്ലേ എന്ന് ചോദിച്ചാൽ, നമ്മുടെ മുർസലീങ്ങൾ മുഖേന നിങ്ങൾക്ക് നാം അറിയിച്ചു തന്നില്ലേ? ഓരോ ദൂതന്മാർ വന്ന് നിങ്ങളോട് പറഞ്ഞതല്ലേ അങ്ങനെ ചെയ്യരുത്, അള്ളാഹുവിനെ വഴിപ്പെടണം, പിശാചിനെ വഴിപ്പെടരുത്, തിന്മ ചെയ്യരുത് എന്ന് പറഞ്ഞില്ലായിരുന്നു? വ അനിഅബ്ദുനി, എന്നെ ഇബാദത്ത് ചെയ്യണമെന്നും പറഞ്ഞില്ലായിരുന്നു? ഹാദാ സിറാത്തും മുസ്തഖീം, ഇതാണ് നേരായ മാർഗമെന്നും നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നു? ഐ വഹിദൂനി വ അത്തിഊനി, നിങ്ങൾ എൻ്റെ ഏകത്വത്തെ അംഗീകരിക്കണം, എന്നെ നിങ്ങൾ വഴിപ്പെടണം എന്നും നിങ്ങളോട് നാം പറഞ്ഞില്ലായിരുന്നു? ഹാദാ സിറാത്തും മുസ്തഖീം, ഇതാണ് നേരായ മാർഗമെന്നും നിങ്ങളോട് നാം പറഞ്ഞില്ലായിരുന്നോ എന്ന് അള്ളാഹു തആല ഈ കുറ്റവാളികൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ കുറ്റമായ അള്ളാഹുവിൽ അവിശ്വസിക്കുക എന്ന കുറ്റം ചെയ്ത കാഫിരീങ്ങളോട് അള്ളാഹു തആല പറയും. അപ്പോൾ വലഖദ് അളല്ല മിൻകും, എന്നിട്ട് അള്ളാഹു തആല തന്നെ പറയുകയാണ്, വലഖദ് അളല്ല മിൻകും ജിബില്ലൻ കസീറ, വലഖദ് അളല്ല, തീർച്ചയായും പിശാച് വഴിപിഴപ്പിച്ചിട്ടുണ്ട്, മിൻകും നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന്, ജിബില്ലൻ കസീറ, ധാരാളം ആളുകളെ. ജിബില്ലൻ എന്ന് പറഞ്ഞാൽ സൃഷ്ടികൾ എന്നാണ് അർത്ഥം. ധാരാളം സൃഷ്ടികളെ അള്ളാഹു തആല പിശാച് വഴിപിഴപ്പിച്ചിട്ടുണ്ട് എന്ന് അള്ളാഹു തആല പറയുകയാണ്. നിങ്ങൾക്ക് മുൻഗാമികളായ അനേകം സമൂഹങ്ങളുടെ കഥ നിങ്ങളുടെ പ്രവാചകന്മാർ നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ലേ? പിശാച് വഴിപിഴപ്പിക്കുകയും അത് കാരണം അള്ളാഹുവിൻ്റെ അദാബിന് ഇരയാവുകയും ചെയ്ത ആളുകളെക്കുറിച്ച് നിങ്ങളുടെ പ്രവാചകന്മാർ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകില്ലായിരുന്നു? അഫലം തകൂനു തഅഖിലൂൻ, നിങ്ങൾ ചിന്തിച്ചിട്ടില്ലായിരുന്നു ആ കാര്യത്തെക്കുറിച്ചൊന്നും എന്ന് അവർക്ക് അവരുടെ അദാബ് അവർക്ക് അർഹിക്കുന്നതാണെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു തആല സംസാരിക്കുകയാണ്. അഫലം തകൂനു തഅഖിലൂൻ, നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ചില്ലായിരുന്നു? അദാവതഹു, അവന്റെ ശത്രുതയെക്കുറിച്ച്, വ ഇദ്ലാലഹു, അവൻ വഴിപിഴപ്പിക്കുന്നതിനെ കുറിച്ചും ഒന്നും നിങ്ങൾ ചിന്തിച്ചിട്ടില്ലായിരുന്നു? ഔ മാ ഹല്ല ബിഹി മിനൽ അദാബി, അല്ലെങ്കിൽ അക്കൂട്ടർക്ക് വന്ന അദാബിനെ കുറിച്ച്. നിങ്ങൾ കച്ചവട ആവശ്യാർത്ഥമൊക്കെ പോകുന്ന പാതയോരങ്ങളിൽ ഇത്തരം സമൂഹങ്ങളെ അള്ളാഹു തആല നശിപ്പിച്ചതിന്റെ ധാരാളം അടയാളങ്ങളില്ലായിരുന്നു? എന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ടതൊന്നും ചിന്തിച്ചില്ല? ഫതുഅ്മിനു, എന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ടത് വിശ്വസിച്ചില്ല? വയുഖാലു ലഹും ഫിൽ ആഖിറതി, ഇങ്ങനെ ഇവരോട് ആഖിറത്തിൽ പറയപ്പെടും. വിചാരണ വേളയിൽ മുഅ്മിനീങ്ങൾക്ക് സൗഖ്യസുഖങ്ങളൊക്കെ വിവരിച്ച് കൊടുത്ത ശേഷം കാഫിരീങ്ങളോട് നിങ്ങൾക്കുള്ള അദാബ് നിങ്ങൾ അർഹിക്കുന്നത് തന്നെയാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന വിധത്തിൽ അല്ലാഹു തആല അവരോട് പറയും. എന്നിട്ട് പറയും, ഹാദിഹി ജഹന്നം, ഇതാ ഈ നരകം, അല്ലത്തി കുൻതും തുഅദൂൻ, ഈ നരകമാണ് നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടത്. ഈ നരകത്തെക്കുറിച്ച് നിങ്ങളോട് മുന്നറിയിപ്പ് നൽകപ്പെട്ടതാണ്. നിങ്ങൾ കാഫിരീങ്ങളാവുകയാണെങ്കിൽ, അള്ളാഹുവിൻ്റെ ഏകത്വത്തെ അംഗീകരിക്കാതെ അള്ളാഹുവിൽ വിശ്വസിക്കാതെ നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വാഗ്ദാനം നൽകപ്പെട്ടത് ഈ ഒരു നരകത്തെക്കുറിച്ചായിരുന്നു. അതാ ഈ നരകം, അതാ നിങ്ങളുടെ മുമ്പിൽ. ഇസ്ലൗഹ, ആ നരകത്തിലേക്ക് കയറിക്കൊള്ളുക, അല്യൗമ, ഇന്നത്തെ ദിവസം. എന്താ കാര്യം എന്നറിയോ? ബിമാ കുൻതും തക്ഫുറൂൻ, നിങ്ങൾ ഇസ്ലൗഹ അല്യൗമ, ഇന്നത്തെ ദിവസം നിങ്ങൾ ഈ നരകത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക. ഇതാ നരകം അവരുടെ മുന്നിൽ കാണിക്കപ്പെടും. നരകം അവരുടെ മുന്നിൽ കാണിക്കപ്പെടുന്ന വിഹുലമായ അവസ്ഥ വളരെ ഭീകരമായ അവസ്ഥയാണ്. മറ്റു പല സൂറത്തുകൾ ഇതിനെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ ആ ഭീകരമായ അവസ്ഥയിൽ അവരോട് പറയും, ഇസ്ലൗഹൽ യൗം, ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് പ്രവേശിക്കാനുള്ളത് ഇതാ ഈ നരകമാണ്. എന്താ കാര്യം? ബിമാ കുൻതും തക്ഫുറൂൻ, നിങ്ങൾ കാഫിരീങ്ങളായ കാരണത്താൽ, നിങ്ങൾ അള്ളാഹുവിൽ അവിശ്വസിച്ച കാരണത്താൽ നിങ്ങൾക്ക് കയറാനുള്ള ഇടം ഈ നരകമാകുന്നു എന്ന് അവരോട് പറയപ്പെടും.